സന്തോഷ് പണ്ഡിറ്റ്, നമസ്കാരം. നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. അതെ അതെ, ഞാൻ സ്ക്രീനിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ ടി വി ഷോകളിൽ ഒരുപാട് സാറിൻ്റെ സ്പീച്ച് വളരെ കാണുന്ന വ്യക്തിയാണ്. എന്തെങ്കിലും കാണാൻ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ തന്നെ എനിക്ക് ഭയങ്കര ഭാഗ്യം ഫീൽ ചെയ്യുന്നു. അല്ല, ഞാൻ സാറ് എപ്പോഴും കുറച്ചും കൂടെ ലോജിക് സൈഡിൽ സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് സാറിന് ഭയങ്കര താല്പര്യമാണ്. ഞാനേ സന്തോഷ് പണ്ഡിറ്റിൻ്റെ സിനിമകൾ കണ്ടിട്ടില്ല. സിനിമ കാണുന്നതിലുള്ള താല്പര്യം ഒരുപാട് കാലം മുമ്പ് അത് നശിച്ചുപോയി. പിന്നെ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു, ഒറ്റ എപ്പോഴെങ്കിലും പകുതി ടി വിയിൽ കാണുക ഇങ്ങനെയൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റിൻ്റെ സിനിമകളെപ്പറ്റി ഒന്നും എനിക്കറിയില്ല. ബട്ട് സന്തോഷ് പണ്ഡിറ്റ്, ഞാൻ ഈ പണ്ഡിറ്റ് മാറ്റി വെച്ചിട്ട് സന്തോഷ് എന്ന് വിളിച്ചോട്ടെ. സാറിന് എന്താണ് അതല്ലേ കുറച്ചുകൂടെ ഒരു രണ്ടുപേർക്കും കംഫർട്ടബിൾ. അപ്പോൾ സന്തോഷിൻ്റെ ഫിലിം വേൾഡിലെ ആക്ടിവിറ്റീസിനെ പറ്റിയൊന്നും എനിക്ക് ഒരു ധാരണയില്ല. പക്ഷേ സന്തോഷ് ഈ പറഞ്ഞ പോലെ അല്ലാതെ സംസാരിക്കുമ്പോഴൊക്കെ പല സ്ഥലത്ത് ഇൻ്റർവ്യൂ കൊടുക്കുക, ഒറ്റയ്ക്കുള്ള അല്ലെങ്കിൽ വീഡിയോയിൽ ഒക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, സന്തോഷിന് കാതലായ ചില കാര്യങ്ങൾ പറയാനുണ്ട് സമൂഹത്തോട്. സമൂഹം അത് ഗൗരവത്തിലെടുക്കുകയോ എടുക്കാതിരിക്കുകയോ അത് പറയേണ്ട ഒരു ചുമതല സന്തോഷിനുണ്ട് എന്ന് സന്തോഷ് കരുതുന്നു. അത് പറയുന്നു, ഒരു മടിയും കൂടാതെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ, വലിയ ജാടകളില്ലാതെ നേരെ വാ എന്നുള്ളത് പറയുന്നു. ഇഷ്ടപ്പെടാത്തവർ ബഹളം വയ്ക്കുന്നു, ബഹളം വെച്ചോട്ടെ. അതിൽ ആ ബഹളത്തിൻ്റെ കൂടെ വീണ്ടും ബഹളം വർദ്ധിപ്പിക്കാനായിട്ട് സന്തോഷ് പോകാറുമില്ല. പറയാനുള്ളത് പറയും, അവിടെ വിടും. ഈ ഒരു നേച്ചർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് സന്തോഷ് പണ്ഡിറ്റ് പണ്ട് PWDയിൽ വർക്ക് ചെയ്തിരുന്നു. ശരിയാണോ? സർക്കാർ സർവീസ്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. എന്തായിരുന്നു അതിന് കാരണം, അതിൻ്റെ ഒരു ഓർമ്മകൾ? സർ, ഞാൻ ചെറുപ്പത്തിൽ അപ്പോൾ അവിടുന്ന് ഒന്ന് ചെറുതായിട്ടും തുടങ്ങേണ്ടി വരും. ചെറുപ്പത്തിൽ എന്ന് പറയാൻ ഇപ്പം അങ്ങനെ വൃദ്ധനൊന്നും ആയിട്ടില്ലല്ലോ. ഞാൻ പറയുന്നത് തീരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ പഠിക്കുക, ജോലി മേടിക്കുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ അച്ഛൻ ഒരു ജോത്സ്യൻ കൂടിയായിരുന്നു. ശരിക്കല്ല, എൻ്റെ തുടക്കം സിനിമയിലേക്ക് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ അച്ഛൻ സിനിമക്കാരനാൻ പറഞ്ഞതല്ല. എന്നോട് പറഞ്ഞു, ജാതകത്തിൽ ലക്ഷ്മി സരസ്വതി രാജയോഗമുണ്ട്, നീ എന്തായാലും ഫേമസ് ആവും, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് പ്രചോദിപ്പിച്ചു. അത് ഞാനിന്ന് നന്നായി അല്ല, ഒന്നും കൂടെ ബെറ്റർ ആയിക്കോട്ടെ വെച്ചിട്ടായിരിക്കും. ആ അച്ഛൻ പറഞ്ഞു, നമ്മൾ ലക്ഷ്മിയും സരസ്വതിയും കൂടിയുള്ളതുകൊണ്ട് എന്ന് മരിക്കുന്ന അന്ന് വരെയും കയ്യിൽ പുസ്തകം ഉണ്ടാവും. അച്ഛനും അമ്മയും ഭാര്യയും മക്കളൊന്നില്ലെങ്കിലും കയ്യിൽ പണം വന്നുകൊണ്ടേയിരിക്കും. ലക്ഷ്മിയും സരസ്വതി നിന്നെ എപ്പോഴും ഫോളോ ചെയ്യൂട്ടോ, എന്ത് കാര്യം നീ ഏറ്റെടുത്താൽ അത് വിജയിക്കും എന്നൊക്കെ പറഞ്ഞ് അത് പിന്നോട് പറഞ്ഞു. ബ്രഹ്മാവ് മനുഷ്യന്മാരെ രണ്ട് രീതിയിലാണ് ഉണ്ടാക്കുന്നത്, അച്ഛൻ്റെ ഭാഷ. ചിലരെങ്ങനെ എന്തായി തൊലയട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടാക്കും. അച്ഛൻ പറഞ്ഞു, അപ്പോൾ നമുക്ക് ഈസി കണ്ടുപിടിക്കാൻ പറ്റും. അവരുടെ വയസ്സ് 20 ആയാലും 40 ആയാലും 60 ആയാലും 80 ആയാലും നിങ്ങൾ എന്താ ചെയ്തേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചുരുക്കി പറയും, കുറേ ഭക്ഷണം കഴിച്ചു, ഉറങ്ങി, വിശ്രമിച്ചു, സെക്സ്. അല്ല, അവരെന്തൊക്കെ ചെയ്തോ, എത്ര വീടുണ്ടാക്കിക്കോ, അതൊക്കെ ചെയ്യുന്ന അൾട്ടിമേറ്റായിട്ട് ഈ 4 കാര്യങ്ങളെ ബന്ധപ്പെട്ടിട്ടാണ്. അതേസമയം ബ്രഹ്മാവ് ടൈം എടുത്ത് ഉണ്ടാക്കിയ ഒരാളാണ് ഏറ്റവും ചുരുങ്ങിയ പക്ഷേ ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ആവും. പക്ഷേ പറയാം, ഒരു 4 പേര് സജസ്റ്റ് ചെയ്യുന്ന ആളുകളായി മാറും. അതേപോലെ എൻ്റെ മോനെ കുറച്ച് സമയം എടുത്ത് ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് അത് എനിക്ക് ഈ ചെറുപ്പം മുതലേ ഇതിങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് കോൺഫിഡൻസ് കൂടി ഞാൻ എന്ത് ചെയ്തു, സന്തോഷ് പണ്ഡിറ്റ് എന്ന് എഴുതുമ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൽ ഞാൻ എഴുതും, പണ്ഡിറ്റിനെ പോലെ ആരുമില്ല, ആരെയും കാണിക്കാനല്ല, സ്വയം വിശ്വസിക്കാനാണ്. അപ്പോഴാണ് നമ്മൾ നാഷണൽ മെറിറ്റ് സ്കോളർഷിപ്പോ പഠനമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അതേ വഴിയേ വന്നു, പെട്ടെന്ന് തന്നെ ജോലി കിട്ടുന്നു, അച്ഛനമ്മയൊക്കെ മരിച്ചു, വാട്ടവർ. അവിടെ പിന്നെ നമ്മൾ ഒറ്റയും മാരേജ് കഴിയുന്നു, മാരേജ് ഡൈവേഴ്സായി, ഓക്കെ. അതുവരെ കഥയത്തൊരു സിസ്റ്ററുണ്ട്, സിസ്റ്റർ മാരീഡുമാണ്. അപ്പോൾ വീട്ടിൽ 3 വീടുണ്ട്, ഞാൻ ഒറ്റയ്ക്ക്. അപ്പോൾ എനിക്ക് വീണ്ടും സെക്കൻഡ് മാരേജിലുള്ള കല്യാണത്തിൽ വരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, ഇത്രയും കാലം മറ്റുള്ളവർ, അതായത് ഒരു സിസ്റ്റത്തിനനുസരിച്ചാണ് നമ്മൾ എല്ലാ കാര്യം ചെയ്ത്. അങ്ങനെയാണല്ലോ, നിങ്ങൾ കല്യാണം പ്രായമാണ്, കല്യാണം കഴിച്ചില്ല, എന്തേ കല്യാണിക്കത്ത് കല്യാണം കഴിച്ച് പിറ്റേ ദിവസം പെൺകുട്ടിയോട് ചോദിക്കും വിശേഷമായോ, നാളെ നമ്മളെ നാട്ടുകാർക്ക് വിശേഷമായാലും അതെന്താണ്, ചെക്കനെ കുഴപ്പമാണോ വീടിന് കുഴപ്പമാണോ, അതൊക്കെ നാട്ടുകാരാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത്. നാട്ടുകാർക്ക് വലിയ ശല്യമാണ്. അപ്പോൾ ഈ സിസ്റ്റത്തിലാണ് ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്റ്റ്ലി പോയത്. പക്ഷേ അവിടെയും എൻ്റെ മനസ്സിലൊരു ചോദ്യം അവശേഷിച്ചു. ഈ 2ാം ക്ലാസ് മുതൽ അച്ഛൻ എന്നെ പഠിപ്പിച്ചത് നീ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവുന്നല്ലോ, നീ വേറൊരു ലെവലാണ് ഒക്കെയാണ് അച്ഛൻ എന്നെ പഠിപ്പിച്ചത്. ഇത് ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനൊക്കെ ആയി, പക്ഷേ അതും അച്ഛൻ പറയുന്നതിലേക്ക് ഞാൻ എത്തുന്നില്ലല്ലോ എന്നുള്ള മനസ്സിലുണ്ട്. അച്ഛൻ മരിച്ചും പോയി, അതുകൊണ്ട് ചോദിക്കാനും വയ്യ. അപ്പോഴാണ് ഡൈവേഴ്സ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി എനിക്ക് വേണ്ടി ജീവിക്കാം, അല്ലെങ്കിൽ 3 വീട് അടിച്ചു പോകാൻ എനിക്ക് വെള്ളടി പോകലൊന്നുമില്ല, കൈ എപ്പോഴും ഇങ്ങനെ ചിന്മുദ്ര പഠിക്കും അല്ല, ഒരു കോൺഷ്യസ് ആവണമെന്ന് വരും.
അപ്പോൾ എനിക്ക് തോന്നി ഇനി എനിക്ക് വേണ്ടി ജീവിക്കണം. ശരി, എന്നാൽ ഒരു സിനിമ ചെയ്യാം. അല്ല, നമ്മുടെ സിനിമ എന്തുകൊണ്ട് സിനിമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾക്ക് സിനിമാക്കാരും ക്രിക്കറ്റുകാരൊക്കെയാണ് വരെ ദൈവങ്ങൾ. PWDയിൽ പോകുന്നതിന് മുമ്പ് തന്നെ സിനിമ? അല്ല സാർ, ഞാൻ ജോലിയിൽ വന്ന സമയത്ത് ഞാൻ എടുത്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സിനിമ ചെയ്തു നോക്കാം, അത് പൊട്ടുകയാണെങ്കിൽ പരിപാടി അവസാനിപ്പിച്ചു, ഇനി സിനിമ എന്നുള്ള ഞാൻ മിണ്ടൂല. അപ്പോൾ എന്തുകൊണ്ട് സിനിമ തിരഞ്ഞെടുത്തു? ഇവിടുത്തെ സിനിമയും ക്രിക്കറ്റുമാണ് ഇവിടെയുള്ള ആളുകൾക്ക് വലിയ സംഭവം. ഇവർക്ക് ദൈവങ്ങൾ എന്ന് പറഞ്ഞ ഇതാണ്. അല്ലാതെ ഓട്ടോ കാശിൽ ചൊവ്വയിലേക്ക് വിട്ട ശാസ്ത്രജ്ഞനെ അവർ അംഗീകരിക്കില്ല, അവർക്ക് വേണ്ടി ഇവർ ഫ്ലക്സ് വയ്ക്കില്ല. ഇവർക്ക് ഇവിടുത്തെ അർജൻറ്റീനയിലും ബ്രസീലിലൊക്കെ ഉള്ള ഫുട്ബോൾ കളിക്കാരാണ് ഇവരുടെ ഹീറോ. അതിന് സന്തോഷ് പണ്ഡിറ്റിനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതൽ ഇങ്ങോട്ട് സംസാരിക്കുന്ന ഈ നിമിഷം വരെ സന്തോഷ് പണ്ഡിറ്റിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ വിഭാഗം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ സൈനികരാണ്. അല്ലേ, ശത്രുവിൻ്റെ വെടിയുണ്ടകൾക്ക് മുന്നിൽ നെഞ്ചും വിരിച്ചു നിന്ന് അവരവിടെ നിൽക്കുന്നതുകൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റ് ഇന്നലെ വരെ മര്യാദയ്ക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങിയത്. അല്ലെങ്കിൽ ഈ ഇന്ത്യ രാജ്യം എന്നോ മറ്റുള്ളവർ പിടിച്ചടക്കിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഹീറോ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവിടുത്തെ കർഷകരാണ്. ഓരോ നേരം ഇവിടുത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഏതോ ഒരു കർഷകൻ ചിലപ്പോൾ ആ ഭക്ഷണം എൻ്റെ മുന്നിൽ അന്നമാക്കി തന്ന ആ കർഷകൻ ചിലപ്പോൾ ആ കടക്കണി മൂലം ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. ആ പാവപ്പെട്ടവൻ അങ്ങനെ കഷ്ടപ്പെടുന്നതുകൊണ്ടല്ലേ. അല്ലാണ്ട് കയ്യിൽ കുറേ കോടികളുണ്ട് വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ലല്ലോ സാർ. നിങ്ങൾ കുറേ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ വിശക്കുമ്പോൾ കമ്പ്യൂട്ടർ കഴിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ഡോക്ടറാണ്, കുറേ മരുന്നുണ്ടാക്കി വെച്ചിട്ട് മരുന്ന് കഴിക്കാൻ പറ്റില്ലല്ലോ. ആ ഭക്ഷണത്തിന് ഭക്ഷണം തന്നെ വേണമല്ലോ. അപ്പോൾ എനിക്ക് കർഷകരോട് ഭയങ്കര ബഹുമാനമാണ്. എൻ്റെ ഹീറോസ് എന്ന് പറയുന്നത് കർഷകരും സൈനികരും ഇത്തരം ആളുകളാണ് സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഹീറോസ്. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് സിനിമ തിരഞ്ഞെടുത്തു? ഇവിടെയുള്ള ആളുകൾക്ക് അതാണ് ആവശ്യം. എനിക്ക് ചില കാര്യങ്ങൾ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യണമെന്നുണ്ട്. ഇത് ചെയ്യണമെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് പറയുന്ന വാക്കിനൊരു വില വരണം. നിങ്ങളുടെ വാക്കിന് വില വരണമെങ്കിൽ ആളുകൾ നിങ്ങളെ ശ്രദ്ധിക്കണം. നിങ്ങളെ ശ്രദ്ധിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് തലം, നിങ്ങൾ ഇത്രയും ശാസ്ത്രജ്ഞനാണ്, ഇത്രയും വലിയ കണ്ടുപിടുത്തം നടത്തിയ നിങ്ങളെപ്പോലും ഇവിടെ ഉള്ളവർ അംഗീകരിക്കുന്നില്ല. അപ്പോൾ ഇവരൊക്കെ അനുസരിച്ച് പോകണം. അതായത് നിങ്ങളുടെ കാലിനനുസരിച്ച് ചെരുപ്പ്. ഇപ്പം അതല്ല, ചെരുപ്പ് ആദ്യം കൊണ്ടുവന്ന് അതിനനുസരിച്ച് നിങ്ങളെ കാല് മുറിക്കേണ്ട അവസ്ഥയിലാണ്. അപ്പോൾ എനിക്ക് തോന്നി, അല്ലെങ്കിൽ രാഷ്ട്രീയത്തോട് പൊതുവിൽ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നി സിനിമാക്കാരനാവാം. മാത്രമല്ല, ഒരു സിനിമാക്കാരന് വേണ്ടി രാഷ്ട്രീയക്കാരനാവാനും പറ്റും. രാഷ്ട്രീയക്കാർ സൂപ്പർ സ്റ്റാറുകളായിട്ട് കാണാറില്ല, സൂപ്പർ സ്റ്റാറുകൾ രാഷ്ട്രീയക്കാരനാവാറുണ്ട്. അപ്പോൾ പിന്നെ രാഷ്ട്രീയം ആഗ്രഹിക്കുകയാണെങ്കിൽ ഫസ്റ്റ് സിനിമാക്കാരനായി തുടങ്ങിയാൽ മതി. അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്. അല്ലാണ്ട് എനിക്ക് സിനിമയോട് പ്രത്യേകിച്ച് താല്പര്യമോ അല്ല ഓവറായിട്ടുള്ള താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ കാൽക്കുലേഷൻ കറക്റ്റാണ്. നമ്മുടെ ആദ്യ സിനിമ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ഇത് വന്നു. പിന്നെ ആളുകൾ ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാതിരിക്കും. ഇറ്റ് ഡിപ്പെൻസ്. സംഘത്തിനെയാണല്ലോ വേണ്ടത്. കുറച്ച് പേര് ശത്രുക്കൾ വേണം സാർ. ടു വിൻ വി വാണ്ട് ഫ്രണ്ട്സ്. ശരി സാർ, അത് കംപ്ലീറ്റ് ചെയ്യട്ടെ. സാർ, അത് കംപ്ലീറ്റ് ചെയ്യട്ടെ. ആ സിനിമയിലേക്ക് വന്ന അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് പേര് ഇഷ്ടപ്പെടുന്നു, കുറച്ച് പേര് ഇഷ്ടപ്പെടുന്നില്ല. ടു വിൻ വി വാണ്ട് ഫ്രണ്ട്സ്. ഇഫ് യു വാണ്ട് എ ഡിസ്റ്റൻഷൻ ഓഫ് വിന്നിങ് വി വാണ്ട് എനിമീസ്. അല്ലേ, വിജയിക്കാൻ സുഹൃത്തുക്കൾ വേണം, വൻ വിജയങ്ങൾക്ക് ശത്രുക്കൾ വേണം. അല്ലാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യം എല്ലാവരും വെരി ഗുഡ് സൂപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർന്നു എന്നേ ഞാൻ പറയുള്ളൂ. കാരണം നിങ്ങൾക്ക് അഹങ്കാരം വരും. ഓ, ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ എന്ത് ചെയ്താലും ഹിറ്റാവുമെന്ന് പറയും. അതേസമയം നിങ്ങൾ ചെയ്യുന്നതിന് കുറേ പേര് നന്നായിട്ട് കേട്ടോ, കുറേ പേര് ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവനോടൊക്കെ ഒരു ചോദ്യത്തിന് മറുപടി പറയണം എന്നുള്ള ഒരു ഇത് വരില്ലേ. ഒരു മനുഷ്യൻ നന്നാവണമെങ്കിൽ അയാൾക്ക് അത്യാവശ്യം വിമർശനങ്ങളും വേണം. അപ്പോൾ കൺസ്ട്രക്റ്റീവ് വിമർശനങ്ങൾ വേണമെന്നേ ഉള്ളൂ. അല്ലാതെ എന്തോ വിഷമിച്ചു. ഇങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് വന്നത്. എന്തുകൊണ്ട് സിനിമ തിരഞ്ഞെടുത്തു? നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ഇത് കിട്ടണമെന്ന് കരുതി. സിനിമയിൽ വരുന്നതിന് മുമ്പ് 85 ഫോളോവേഴ്സ്. ആദ്യത്തെ സോങ്, സിനിമ മുഴുവൻ ഇറങ്ങിയില്ല, ആദ്യത്തെ സോങ് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇട്ടപ്പോൾ തന്നെ പിറ്റേ ദിവസം 24 മണിക്കൂർ കൊണ്ട് എൻ്റെ ഫോളോവേഴ്സ് 10 ലക്ഷമാണ്. സന്തോഷ് പണ്ഡിറ്റാണ് കറക്റ്റ്. കാരണം ഈ 10 ലക്ഷം ഫോളോവേഴ്സ് ഞാനിവിടെ ഒരു ശാസ്ത്രജ്ഞനായാൽ പോലും എനിക്ക് കിട്ടില്ല എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെയാണ് പിന്നെ ഞാൻ ജോലി രാജിവെച്ചു, സിനിമയിലേക്ക് വന്നു. ഇപ്പോൾ 12ാമത്തെ സിനിമ കേരള ലൈവ് എന്ന് പറഞ്ഞ സിനിമ നടക്കുന്നു. ജോലി രാജിവെക്കേണ്ട കാര്യം അല്ല സാർ, അതൊരു കാര്യം. അത് വേണമെങ്കിൽ നമുക്ക് 5 വർഷത്തെ ലീവ് എടുക്കാം. പക്ഷേ എഞ്ചിനീയർ ആയിരുന്നു. അതെ, എഞ്ചിനീയറിംഗ് മേഖലയായിരുന്നു. പക്ഷേ സാർ, അതിലെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകരം ആൾ വരില്ല. സാറിനറിയാലോ, ഏതെങ്കിലും ഒരാൾക്ക് അഡീഷണൽ ചാർജാണ് കൊടുക്കുക. പക്ഷേ എങ്ങനെ പോയാലും പല കാര്യങ്ങളും നമ്മൾ തന്നെ അവിടെ ഞായറാഴ്ച അടക്കം പോയിട്ടാണ്. കാരണം LSTDൻ്റെയൊക്കെ എല്ലാ അഡീഷണൽ ചാർജൊക്കെ വരികയാണെങ്കിൽ അവിടെ വീടിൻ്റെ നമ്പർ കൊടുക്കുന്നതായാലും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഈ +2 കെട്ടിടത്തിൻ്റെ നിർമ്മാണമൊക്കെ വരുന്നത്. നമുക്ക് ഏപ്രിൽ മെയ് ഒക്കെ നമ്മളെ പീക്ക് ടൈമാണ്. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? കേരളത്തിലെ PWDയിൽ കുറച്ചു കാലമെങ്കിലും സന്തോഷമുണ്ടായിരുന്നു. അഴിമതിയുണ്ടോ PWDയിൽ? സാർ, ഞാൻ പറയുന്നത് PWDയിൽ എന്നല്ല, ഏത് മേഖലയിലും അഴിമതി ചെയ്ത് അങ്ങനെ ജനറലൈസ് ചെയ്യരുത്. അല്ല, PWDയിൽ സന്തോഷ് കണ്ട അഴിമതി ഉണ്ടായിരുന്നോ? അല്ല ജി, ഞാൻ പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കേൾക്കണ്ട. അത് ഇന്ന ആൾ കളഞ്ഞ് അതൊന്നും വേണ്ട. അല്ല സാർ, ഞാൻ പറയുന്നു കൃത്യമായ ഒരു കാര്യത്തിന്. ഇപ്പോൾ ഒരു ബസ്സിൽ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നോ എന്ന് ചോദിക്കുന്ന പോലെയാണിത്.
നിങ്ങൾക്ക് ഒരു കാര്യത്തിന് പിഴവടി അഴിമതിയുണ്ടോ എന്ന് പറയണമെങ്കിൽ ഞാൻ കൃത്യമായി അതിനുള്ള തെളിവുകൾ നിങ്ങൾക്ക് തരണം. തെളിവിൽപ്പെട്ടിടത്തോളം ഇല്ല. അതിപ്പോൾ ബസ്സിൻ്റെ ഉള്ളിൽ പീഡനം നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ സമുദ്രത്തിലെ മീൻ ഞാൻ ഇതേ ഉള്ളൂ സർ സമുദ്രത്തിലെ മത്സ്യം വെള്ളം കുടിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയാണത്. നിങ്ങൾ തെളിവ് കൊടുക്കേണ്ടി വരും. അത് അല്ല, ഞാൻ തെളിവ് ചോദിച്ചില്ല, ആളിൻ്റെ പേര് അതാ ഞാൻ പറഞ്ഞത്. എങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് മനസ്സിലാക്കിയെടുത്തോളം ഇല്ല. സന്തോഷ് പണ്ഡിറ്റ് മനസ്സിലാക്കിയെടുത്തോളം. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ പറയട്ടെ, ഈ ഫോർ എക്സാമ്പിൾ പാലാരിവട്ടം പാലം, ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് ഓടുന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്നു, ഇവരെ അറസ്റ്റ് ചെയ്യുന്നു, പൊളിറ്റീഷ്യൻസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഇതെന്താ കാര്യം? സർ, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ടെൻഡർ പലപ്പോഴും പല ആളുകളും ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഒരു അഴിമതി കേസ് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പം സാറ് പറഞ്ഞോണം, ഇപ്പോൾ പാലാരിവട്ടം പാലമായാലും ആ പാലം ഉണ്ടാക്കിയവനെയല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത്? ജനങ്ങളുടെ സാധാരണ നിഷ്കളങ്കരുടെ ചോദ്യമാണ്. അതും അല്ലെങ്കിൽ അതിനെ എക്സിക്യൂഷൻ ചെയ്ത ഉദ്യോഗസ്ഥരെയല്ലേ അറസ്റ്റ് ചെയ്യേണ്ടത്? പാവം മന്ത്രി എന്ത് പിഴച്ചു, ഇവന്മാർ ചെയ്തതിനെ മന്ത്രിയെ പാവത്തിന് എന്തിനാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് അല്ല ജനറലി ചോദിക്കുന്നത്. പക്ഷേ സാർ, ഞാൻ പറയുന്നത് ഇതിൻ്റെ പ്രൊസീജിയർ പരമായി ഒരു വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ സംഭവിക്കുന്നത് ഒരു 200 കോടിയുടെ ഒരു 500 കോടിയുടെ ഒരു വർക്കാണെങ്കിൽ നമ്മളെല്ലാം നമ്മൾ എസ്റ്റിമേറ്റൊക്കെ ഉണ്ടാക്കി റെഡിയാക്കും. ഇതാരെടുക്കുന്ന ഒരു പ്രശ്നം വരുമ്പോൾ, പ്രശ്നമല്ല, നമ്മൾ ചിന്ത വരുമ്പോൾ ഒരു ധാരണയുടെ പുറത്ത് വേണമെങ്കിൽ, അതായത് എബോവ് ബിലോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോട്ട് ചെയ്യാം ഈ കൊട്ടേഷൻ. അപ്പോൾ എന്ത് ചെയ്യും? എനിക്കിപ്പോൾ എക്സ് എന്ന് പറഞ്ഞ ആളോടാണ് സ്നേഹമെങ്കിൽ, ഞാനൊരു മന്ത്രിയാണ്, ഞാൻ പറയടാ ഇങ്ങനൊരു പരിപാടിയുണ്ട്, ശരി, അപ്പോൾ നീ ഒരു 50% അപ്പോൾ എഴുതിക്കും. ഇപ്പോൾ കാര്യം എന്താണ്, ഇയാൾ 50% ചെയ്ത് വേറെ ആൾ 40 എഴുതി അവനേ കിട്ടുള്ളൂ. അപ്പോൾ ഇവർ തമ്മിൽ ധാരണ വരും, ഈ 3 ആൾ തമ്മിൽ ധാരണ വരും. ഞാൻ 50 എഴുതാം, നീ 70, 60 എഴുതുമ്പോൾ എനിക്ക് തന്നെ കിട്ടും, ഓക്കെ ഗുഡ് എന്ന് പറഞ്ഞ് ഇവരൊരു ധാരണയിൽ എത്തിക്കൊടുക്കുന്നു. ഇതാണ് സംഭവം. ഇങ്ങനെ പാലാരിവട്ടം പാലായാലും മറ്റൊരു പാലായാലും ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ വരുന്നു എന്ന് കരുതുക. ഇഷ്ടമില്ലാത്ത പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പാർട്ടി ഫണ്ടൊന്നും കൊടുക്കാത്ത ഒരാളാണ്. കാരണം ഇതൊക്കെ വലിയ, നമ്മൾ ചെറിയ കളികളല്ല, വലിയ കളികളാണ്. ഇവൻ വരുമ്പോൾ ഇവർക്കറിയാം ഇവരുദ്ദേശിക്കുന്നത് കിട്ടൂല എന്ന്. അപ്പോൾ ഇവൻ ആദ്യം മുടക്കാൻ നോക്കും, എടാ നീ ചെയ്യണ്ട, അതൊന്നല്ല ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞാൻ എത്ര എബോവ് എഴുതുന്നത് നിങ്ങൾ നോക്കണ്ട, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചിലപ്പോൾ ബില്ല് എഴുതുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? തീർന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വിഷയത്തിൽ എന്ത് സംഭവിച്ചു? വേറെ ഒരാൾ ഇതിലേക്ക് കയറാൻ വന്നു, ഇവരുടെ സ്പേസിലേക്ക്. ഇവരെന്ത് ചെയ്തു? ഈ സാധാരണ വലിയ വർക്ക്, സാധാരണ നമ്മൾ വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് അത് പാർട്ട് ബിൽ എന്ന് പറഞ്ഞ സാധനം കൊടുക്കും. അപ്പോൾ അതങ്ങനെ വലിയ വർക്കൊന്നും ഫുള്ള് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാൻ ചത്തു. അപ്പോൾ ഇയാൾക്കൊരു 25 കോടി 50 കോടി ആകുമ്പോൾ തന്നെ ആ പാർട്ട് ബില്ല് നമ്മൾ എഴുതി കൊടുക്കുന്നു, അല്ലെങ്കിൽ അഡ്വാൻസ് കൊടുക്കും. കാരണം വലിയ വർക്കിന് അഡ്വാൻസ് കിട്ടിയേ പറ്റൂ. അപ്പോൾ ഈ വിഷയത്തിൽ എന്ത് സംഭവിച്ചു? ഈ ടെൻഡറിന് ഇയാളെ നിരുത്സാഹപ്പെടുത്താൻ, ഈ വന്ന ഒരാളല്ല 2-3 പേര് വന്നപ്പോൾ ഇവരെ നിരുത്സാഹപ്പെടുത്താൻ ഇവരെന്ത് പറഞ്ഞു? അഡ്വാൻസ് ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞു. ഇതോടെ അവർ തിരിച്ചുപോയി. കാരണം അഡ്വാൻസ് ഇല്ലാതെ ഇത്രയും വലിയ വർക്ക് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇവർ ഈ പാർട്ടി ബില്ല് കൊടുക്കണമെന്ന് നിയമമില്ല. ലാസ്റ്റ് തരുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ 500 കോടി കൊടുത്താൽ ആദ്യം എടുക്കണ്ടേ, വലിയ പൈസ ഉണ്ടേ. അതുകൊണ്ട് എന്തായി, ജെന്യുവനായ ആളുകൾ പോവുകയും ഇവരുദ്ദേശിക്കുന്ന ആളുകൾക്ക് കിട്ടുകയും ചെയ്തു. ഇതൊക്കെ പിന്നീട് വിജിലൻസ് കണ്ടെത്തിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇനി ഇവരെടുത്തതിന് ശേഷം ഇവരെന്ത് ചെയ്തു? ഈ എടുത്തവനെ കൊണ്ടൊരു ലെറ്റർ, സാർ ഞാൻ വളരെ കഷ്ടപ്പാടിലാണ്, സാറ് എനിക്കൊരു അഡ്വാൻസ് അനുവദിക്കണമെന്ന്. ഉടനെ തന്നെ നമ്മളെ മന്ത്രി കൊടുത്തു 20% നിങ്ങൾക്ക്. സാർ ഇത് അഡ്വാൻസ് കൊടുക്കണമെന്ന് നിയമമില്ലാത്ത പോലെ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല മാത്രമല്ല, ഇവിടുത്തെ വിഷയം ഈ കോടതിയിൽ ഈ കേസ് വന്നപ്പോൾ ഇവർ പറഞ്ഞു, സാർ ഈ ഫസ്റ്റത്തെ കൊട്ടേഷനിൽ സാധാരണ കൊടുക്കാറുണ്ട്, അങ്ങനെ നിയമമൊന്നുമില്ല, അങ്ങനെ കൊടുക്കും. പക്ഷേ ഈ ഫസ്റ്റത്തെ പരസ്യത്തിൽ അതില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ അപേക്ഷിക്കാതിരുന്നത്. സാർ ഇപ്പോൾ ഏറ്റെടുത്തവൻ 50% അഡ്വാൻസ് തന്നിരുന്നെങ്കിൽ ഞാൻ 10% പോലെ ഏറ്റെടുക്കുന്നത്, അപ്പോൾ സർക്കാരിന് എത്ര ലാഭം കിട്ടിയേനെ? ശരി, കൊടുക്കുന്നില്ല, ഇവർ കൊടുക്കണ്ട. പക്ഷേ ഇവർ പിന്നെ കൊടുത്തതോ പെട്ടു. അപ്പോൾ ഈ മന്ത്രി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നു? ഈ 20% അഡ്വാൻസ് കൊടുത്തതിനെ, അതായത് ഏറ്റെടുത്തതിന് ശേഷം 20% അഡ്വാൻസ് കൊടുത്തതിന് തെളിവ് വന്നു. ഇത് വിജിലൻസ് കണ്ടെത്തുകയാണ്. ഇനി ഈ കിട്ടിയ 20% എന്ത് ചെയ്തു? അത് മന്ത്രിക്ക് കൈക്കൂലി കൊടുത്തോ? അല്ല, ഇനി അടുത്ത ചോദ്യം. കാരണം പലപ്പോഴും വലിയ, അതെനിക്ക് അതിനെക്കുറിച്ച് അങ്ങോട്ടറിയില്ല, വലിയ വർക്കുകളാകുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഞാനൊരു മന്ത്രിയാണ്, ഞാനിങ്ങനെ ഒരു 100 കോടിക്ക് കൊടുത്തു. ഈ മന്ത്രിക്ക് എന്തെങ്കിലും 10 രൂപ കിട്ടണമെങ്കിൽ എന്താ വേണം? അത് ബില്ലാവണം. അപ്പോഴേക്ക് അടുത്ത മിനിസ്ട്രി മാറിയിട്ടുണ്ടാവും. കേരളത്തിലാണെങ്കിൽ ഒരു പ്രാവശ്യം UDF, ഇപ്പോഴാണല്ലോ ഒരു മിനിസ്ട്രി തന്നെ വരുന്നത് UDF. മറ്റൊന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാതെ ഇപ്പോൾ വന്നവനെ ഇതിന് കമ്മീഷൻ അടിച്ചു മാറ്റും.
എടാ എനിക്ക് 100 കോടി കിട്ടിയല്ല, ഈ 20 കോടി താഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നഷ്ടപ്പെടും. അപ്പം ഇത് എന്ത് ചെയ്യണം? ഞാനൊരു മന്ത്രിയാണ്, ഞാനൊരു അഴിമതിക്കാരനാണെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് അഡ്വാൻസ് കൊടുക്കണം. ഈ അഡ്വാൻസിൻ്റെ പൈസയാണ് ഞാൻ വാങ്ങുന്നത്. മനസ്സിലായില്ലേ? ഈ അഴിമതി ഇങ്ങനെയാണ് വരുന്നത്. ഇത് അവസാനം ഇവർക്ക് കിട്ടുന്നത് പറഞ്ഞാലും മിനിസ്ട്രി മാറിപ്പോയാൽ ഇയാൾ വടിയായി. ഇത് വലിയ വലിയ വർക്കുകളെല്ലാം സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് അഡ്വാൻസ് പലപ്പോഴും നമ്മൾ തന്നെ എടാ എനിക്ക് അഡ്വാൻസ് വേണ്ടേന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോഴേ അത് 20% കൊടുക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള പിന്നീട് വിഷയം. പക്ഷേ ഒരു ഇഷ്യൂ വരുമ്പോൾ എന്ത് സംഭവിച്ചു? ഈ വിജിലൻസ് നേരെ പോയിട്ട് വാസ്തവത്തിൽ അല്ല, ഈ പൈസ ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയാൽ കുടുങ്ങി. യെസ്, ഈ പൈസ കൊടുത്തില്ല. പക്ഷേ ഇയാളെ വീട്ടിൽ അപ്പോൾ ചോദിച്ചു നിങ്ങളെ വീട്ടിൽ നിന്ന് കിട്ടിയ ഈ പൈസ എവിടെ നിന്ന് വന്നു? ഇത് ഇവൻ്റെ നിന്ന് കിട്ടിയ പൈസ അല്ലേ എന്ന് ചോദിച്ചാൽ പറയേണ്ടി വരും. ഇതാണ് പെട്ടത് സർ. ഇതിൻ്റെ പിന്നിൽ നിന്ന ചില ആളുകൾ ഇപ്പോൾ പലർക്കും അറിയാത്തൊരു കാര്യമാണ് ഇത് എങ്ങനെയാണ് ഇത്രയും കറക്റ്റായിട്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ ഒരു ABCD എന്ന് പറഞ്ഞിട്ടൊരു സിമെൻറ്റ് ഉണ്ട്. ഞാനൊരു മന്ത്രിയാണെങ്കിൽ എങ്ങനെയാണ് മന്ത്രിമാരും പൊളിറ്റീഷ്യൻസും കൊടുക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. ഇവർ പറയുകയാണ് ഇനി മുതൽ കേരളത്തിൽ എവിടെയൊക്കെ സർക്കാരിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെ ചോദിക്കും, സർക്കാർ ഇപ്പോൾ അത്രയൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സാധാരണക്കാരൻ ചിന്തിക്കാം. ഞാൻ സാധാരണക്കാരോട് പറയുന്നു, ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചോ, ഈ കേരളത്തിൽ 100 രൂപ ചിലവാക്കുന്നുണ്ടെങ്കിൽ 25 രൂപ ചിലവാക്കുന്ന സർക്കാരാണ്. നിങ്ങളെനിക്ക് 100 രൂപയിൽ എന്ത് സാധനവും വാങ്ങുന്നത് നിങ്ങൾ 75% ഉള്ളൂ. സർക്കാരാണ് 25 രൂപ. ഞാൻ പറയുന്നത് കാറായിക്കോട്ടെ, 4 കാറ് ഈ കേരളത്തിൽ ചിലവാകുന്നുണ്ടെങ്കിൽ 3 എണ്ണം മാത്രമേ ഉള്ളൂ നാട്ടുകാർ. 1 സർക്കാരാണ് വാങ്ങുന്നത്. എല്ലാ കാര്യവും ഇവിടെ ഡീസൽ അടിക്കുന്നുണ്ടെങ്കിൽ 4 പേര് ഡീസൽ അടിക്കുന്നുണ്ടെങ്കിൽ 3 പേർ ഇതും ഒരാൾ സർക്കാരാണ്. കാരണം ഇവിടുത്തെ KSRTC ആയിക്കോട്ടെ മറ്റേതിൽ. അപ്പോൾ സർക്കാർ വിചാരിച്ച പല കാര്യം നടക്കും സാർ. അപ്പോൾ ഇന്ന സിമെൻറ്റേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുകയും ഇവിടെ കുറേ 10 കമ്പനികളുണ്ട്. ഞാൻ ഈ ABCD കമ്പനിയായിട്ട് ബന്ധപ്പെടുത്തും. ചേട്ടാ അതെ ഒരു 100 കോടി തന്നു കഴിഞ്ഞാൽ നിൻ്റെ കമ്പനിയിൽ നിന്ന് മേടിക്കാം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു ഓർഡർ ഇറക്കുകയാണ്. ഇനി മുതൽ സർക്കാർ സർവീസിൽ എവിടെ സിമെൻ്റ് ആണെങ്കിലും ABCD ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഞാനിങ്ങനെ അടിച്ചു തരികയാണ്. അപ്പം നിങ്ങൾ കോൺട്രാക്ടറോട് പറയാം അതെ ആ പാലം പണിയെ വധ ചെയ്തോട്ടോ, ഇനിയിപ്പോൾ മറ്റവൻ്റെ വാങ്ങിച്ചിട്ട് അങ്ങ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണാൽ എനിക്കാവില്ല എന്ന് പറയുമ്പോൾ എന്തായി, മറ്റേ കമ്പനിക്കാർ വിഡ്ഢികളാവുകയും ഈ ഒരു കമ്പനിക്ക് കിട്ടിയില്ലേ അവൻ്റെ കമ്പി മേടിക്കണം. സർക്കാരാണ് 4-1 കമ്പി. ഇത് ജനങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണ്. ഇവിടെ എന്ത് കാര്യത്തിനും ഒരു അഴിമതിയിലേക്ക് പോകണമെങ്കിൽ നമ്മളൊരാൾ വിചാരിച്ച ഇവിടെ കുറേ ഗെയിം കളിക്കാം. പക്ഷെ ഇതൊന്നും പുറമേ ഉള്ള ആരും അറിയില്ല. ഒരു പേപ്പറേ ഞാൻ തന്നിട്ടുള്ളൂ, ഞാനിവിടെ വേറൊന്നും പറഞ്ഞില്ലല്ലോ. അതേപോലെ 100 കാറ് നമ്മൾ സർക്കാർ ആവശ്യത്തിന് ചിലവാക്കുകയാണെങ്കിൽ 1 കാറ് നമുക്ക് കിട്ടും. ഓക്കെ, ഇത് അഡ്ജസ്റ്റ്മെൻറ്റ്. കാരണം സാർ 100 എണ്ണം ഒരുമിച്ച് പോകുമ്പോൾ ഒന്ന് അങ്ങോട്ട് കൊടുക്കില്ല, എന്താണ് തെറ്റ്? അപ്പോഴും നിങ്ങൾ ചോദിക്കില്ല എന്നാലും കമ്പനി ഫ്രീ ആയി കൊടുക്കണം. കൊടുക്കും സാർ. നിങ്ങൾ വാങ്ങുന്ന മൊബൈലെടുത്തോ അല്ലെങ്കിൽ ഇപ്പോൾ മൊബൈലായാലും എന്തിനായാലും അതിൻ്റെ ആക്ച്വൽ പ്രൈസിലല്ലല്ലോ ശരിക്കും നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളൊന്ന് വെറുതെ ആലോചിച്ചു, നിങ്ങളൊരു കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ അതിൻ്റെ മുകളിൽ 40,000 എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും, നിങ്ങൾക്ക് 32,000-ത്തിനല്ലേ തരുന്നത് അല്ലെ മൊബൈലിൻ്റെ. പക്ഷേ അതിൻ്റെ ഐഡിയ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ശരിക്കും നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ കൂടുതൽ എഴുതുന്നതെന്ന്? ഏത് സാധനം എടുത്തോ അതിലെഴുതുന്ന പൈസയല്ലല്ലോ നിങ്ങൾ അവിടെ കൊടുക്കുന്നത്. അത് ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയോ? രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയിട്ടാണ്. നാളെ ഈ പറയുന്ന കമ്പ്യൂട്ടർ സർക്കാരിൻ്റെ എല്ലാ സ്കൂളുകളിലും കമ്പ്യൂട്ടർ, വെരി ഗുഡ്, നല്ല കാര്യം. ഒരു സ്ഥലത്ത് 10 കമ്പ്യൂട്ടർ, ഞാനൊരു വിദ്യാഭ്യാസ മന്ത്രി, എനിക്ക് 10 രൂപ ഉണ്ടാക്കിയേ പറ്റുമെങ്കിൽ, കള്ളനാണെങ്കിലാണ് ഞാൻ പറയുന്നത്, നല്ല മനുഷ്യനാണെങ്കിലും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഞാനെന്ത് പറയുന്നു, 1000 കമ്പ്യൂട്ടർ. പല കമ്പനിക്കാരും വിളിച്ചേടാ എനിക്ക് എന്ത് വരും, അപ്പോൾ ഓരോരുത്തർ പല കമ്പനികളും ഉണ്ടാവും. അപ്പോൾ ഒരാൾ വരുന്നു, ശരി സാർ ഞാൻ പറഞ്ഞു 1000 എണ്ണം. 1000 എന്ന് പറഞ്ഞാൽ തന്നെ ഏത് സാധനം കൂടുതൽ വാങ്ങിച്ചാൽ പൈസ കൊടുക്കില്ലേ. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യും, ഈ 40,000 വെച്ചാണ് ഇവനെ കൊടുക്കുന്നത്. ഇവൻ ജനങ്ങൾക്ക് പോലും 30,000-ത്തിന് കൊടുക്കുന്ന സാധനമാണ് അത്. മനസ്സിലായോ? അപ്പോൾ ഈ വരുന്ന ഡിഫറൻസിൻ്റെ 50-50 നമുക്ക് കിട്ടി. അപ്പോൾ ഇതിൽ ചിലരെന്ത് പറയും, 50 അല്ല ഞാൻ വേണമെങ്കിൽ 60 തരാം, എനിക്ക് ഞാൻ അവനെ കൊടുക്കും. സാർ പുറമേ നിന്ന് നോക്കുമ്പോൾ എന്താണ്, നിങ്ങൾ 100 കാറ് വാങ്ങിച്ചു, വിജിലൻസ് വന്നു, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? സാർ ഞാൻ ഇന്നോവ ക്രിസ്റ്റയാണ് സാർ വാങ്ങിച്ചത്, അല്ല ഇതാണ് വാങ്ങിച്ചത്. സാർ പോലീസിന് പുതിയ വാഹനം വേണ്ടേ, അപ്പോൾ അവർക്ക് ഓടിച്ചാടാനുള്ളല്ലേ? അതെ സാർ. അപ്പോൾ 36 ലക്ഷത്തിൻ്റെ, ഇവിടെ 30 ലക്ഷത്തിന് കിട്ടുന്ന സാധനമായിരിക്കും ഞാൻ 36 മേടിച്ചത്. പക്ഷേ ഇവിടെ വരുമ്പോൾ സാർ 36 ലക്ഷമാണ് സാർ, അതിൻ്റെ അവിടെ പ്രൈസിൽ എഴുതി നോക്കൂ സാർ, ഞങ്ങൾ 36 ലക്ഷത്തിന് GST കൊടുത്തു, സർക്കാരിൻ്റെ പൈസയല്ലേ GST. ഇങ്ങനെയാണ്. പക്ഷേ ഇത് പെടുമ്പോൾ രാഷ്ട്രീയക്കാരൻ എവിടെ പെടുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ പൈസ ഇവൻ വാങ്ങിച്ചതിന് തെളിവ് വരുന്നു. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഈ വിജിലൻസ് പോയിട്ട് ഈ പൈസ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയക്കാരെ ബബ്ബെ അടിച്ചാൽ ഇവൻ്റെ കാര്യത്തിൽ തീരുമാനമായി.
ഇങ്ങനെയൊന്നും സംഭവിക്കില്ല സാർ. ഏതായാലും ഈ ഏടാകൂടത്തിൽ നിന്ന് സന്തോഷ് പുറത്തിയാടിയത് നന്നായി. ഏടാകൂടം എന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ഒരു സൈഡിൽ കൂടെ ഓരോ കാര്യങ്ങൾ നടക്കുന്നു. അപ്പം നമ്മളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നടക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഇത് പൊളിറ്റിക്സ്, ഇത് PWD അല്ല എൻ്റെ ഫീൽഡ് എന്ന് മനസ്സിലാക്കിയൊരു നിമിഷമുണ്ടല്ലോ. PWD റിസൈൻ ചെയ്യാൻ പോറായി എനിക്ക്, ഇവിടുന്ന് ഇതല്ല എൻ്റെ സ്ഥലം എന്നൊരു തിരിച്ചറിവുണ്ടായില്ല. അതിന് പ്രത്യേക എന്തെങ്കിലും അനുഭവം ഉണ്ടാവുകയോ അതല്ല സ്വാഭാവികമായിട്ട് അങ്ങ് തീരുമാനം. ഞാൻ പറഞ്ഞത് PWD എന്നല്ല, അതിപ്പോൾ ഓരോ മേഖലയിൽ സർക്കാർ സർവീസിൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഓരോ മേഖലയിൽ അവർക്ക് സാധാരണ ഒരാൾ സർക്കാർ ഉദ്യോഗം രാജിവെക്കാറില്ല, പെൻഷനൊക്കെ ഉള്ളതാണ്. യെസ്. അല്ല സാർ, ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ഫസ്റ്റ് പറഞ്ഞ കാര്യമാണ്. എനിക്ക് ഇതായിട്ട് ബന്ധമൊന്നുമില്ല, ഇതൊക്കെ ഒരു വഴിക്ക് പോകുന്ന കാര്യമാണ്. അതിപ്പോൾ ഞാനുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ അടിച്ചു മാറ്റുന്നവൻ അത് ഇത് നല്ല ഏത് മേഖലയിൽ അവൻ അടിച്ചു മാറ്റിയേ പോകും, അതൊക്കെ വേറെ വിഷയം. പക്ഷേ ഞാൻ എൻ്റെ രീതിയാണ് പറഞ്ഞത്. സന്തോഷ് പണ്ഡിറ്റ് യഥാർത്ഥത്തിൽ സിനിമയിൽ വന്നതും ജോലി രാജിവെച്ചതിൻ്റെയും കാരണം ഒന്നേ ഉള്ളൂ. എനിക്ക് അച്ഛൻ പറഞ്ഞ കാര്യം, ഏത് മേഖലയിലായാലും നീ വിജയിക്കും. അപ്പോൾ ആദ്യ സിനിമ എനിക്ക് വലിയ സക്സസ്ഫുള്ളായി. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടെ ബെറ്റർതാണല്ലോ, നല്ല സമയത്തല്ലേ സാർ. കാരണം ഇപ്പം നമുക്കൊരു ഷോപ്പിന് ഇനോഗ്രേഷന് വിളിക്കുന്നു, നിങ്ങളൊരു ക്ഷേത്രത്തിലേക്ക് വിളിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളിയിലേക്ക് വിളിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്കിപ്പോൾ ഒരു ക്യാഷ് കിട്ടും. പിന്നെ ഞാൻ എന്നെത്തോളം കിട്ടുന്ന നല്ലൊരു ശതമാനം ഞാൻ ചാരിറ്റിക്കുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഈ സമയമല്ലേ ഞാൻ ശരിക്കും യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പോൾ മാർച്ച് മാസം ഒന്നും ഇപ്പോൾ ലീവ് ഒന്നും എനിക്ക് ചോദിക്കാൻ പറ്റില്ല, കാരണം അത്രയും വർക്ക് ഉണ്ടാവും അതിൻ്റെ ഇടയിൽ കൂടെ. സാർ എല്ലാ വർക്കും അങ്ങനെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിലും ചെറിയ ചെറിയ വർക്കുകൾ, ഇപ്പോൾ 1 ലക്ഷത്തിന് 2 ലക്ഷത്തിൻ്റെ വർക്കൊക്കെ വളരെ കാര്യമായിട്ട് തന്നെയാണ് പോകുന്നത്. വലിയ വർക്കുകളും സീരിയസ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. ഇത് കള്ളന്മാർക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാണ്ട് നാട്ടിലെല്ലാവരും കള്ളന്മാരാണെന്നും എല്ലാ മന്ത്രിമാരും ഇങ്ങനെ ചെയ്യുന്നു എന്നല്ല ഞാൻ പറഞ്ഞു. ചിലർ വളരെ സീരിയസ് ആയിട്ട് തന്നെ, ഇപ്പോൾ 40,000-ൻ്റെ ഇതാണെങ്കിൽ എടാ 30 കിട്ടുന്ന സാധനമല്ലേ, നീ 30 വെച്ച് എഴുതിക്കോ, എനിക്കൊന്നും തരണ്ടെന്ന് പറയുന്ന ആളുകളും ഉണ്ട്. കള്ളന്മാർക്ക് എവിടെയും കക്കും, സീരിയസ് ആയിരുന്നവൻ അങ്ങനെ തന്നെ ചെയ്യും. അത് ഇതായിട്ട് എല്ലാ വർക്കും അങ്ങനെയാണെന്ന് തോന്നുന്നു, ആരും തെറ്റിദ്ധരിക്കരുത്. ചെറിയ ചെറിയ വർക്കൊക്കെ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് പോകുന്നത്, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. സിനിമയിലെ സന്തോഷം ഞാൻ കണ്ടിട്ടുണ്ട്. കഥ, തിരക്കഥ, സംഭാഷണം, അഭിനയം, ക്യാമറ ഒഴികെ എല്ലാ കാര്യം ഞാൻ തന്നെയാണ്. ചായ കൊണ്ടിരുന്നടക്കം സന്തോഷിച്ചു. ക്യാമറ ഒഴികെ ക്യാമറാമാൻ മാത്രമേ ഉള്ളൂ വേറെ ആൾ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മറ്റ് സിനിമാക്കാരും ഒക്കെ ഒരുപാട് ഷൂട്ടിങ് അത് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ കോടിക്കണക്കിന് രൂപ ചിലവാകുന്നു. സന്തോഷിന് അത്രയും ചിലവാകുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഈ ജോലിയെല്ലാം സ്വയം ചെയ്യുന്നതുകൊണ്ടാണോ, അതോ മറ്റേതെങ്കിലും രീതിയിൽ സിനിമയിലും ടാക്സ് വെട്ടിപ്പ്, അഴിമതി, ബഹളം അങ്ങനെയൊക്കെ ഉണ്ടോ? സർ, അതിലെ കാര്യം ഇപ്പോൾ ഒരു വീടാണെങ്കിലും നിങ്ങൾ തന്നെ കിളകേറി, നിങ്ങൾ അതിൻ്റെ അടുത്ത് നിന്ന് തന്നെ കല്ലൊക്കെ വെട്ടി, നിങ്ങൾ തന്നെ എല്ലാ വർക്കും പെയിൻറ്റിങ്ങും ആശാരിപ്പണിയും മൊത്തം ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ എത്ര പൈസയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലേബർ പൈസ നിങ്ങൾക്ക് മൊത്തം ലാഭം ഉണ്ടല്ലോ. ഇതേപോലെയാണ് സന്തോഷ് പണ്ഡിറ്റിൻ്റെ ബജറ്റിൻ്റെ കാര്യം. സന്തോഷ് പണ്ഡിറ്റ് 5 ലക്ഷത്തിന് ചെയ്തു എന്ന് പറയുമ്പോൾ ജനങ്ങൾ അറിയാതെ പോകുന്ന, അല്ലെങ്കിൽ ചിലരെങ്കിലും ചിന്തിക്കാത്തൊരു കാര്യം, പാനസോണിക് S1H, ഇതിപ്പം നമ്മുടെ OTT വരെ അംഗീകരിച്ചൊരു ക്യാമറയാണ് പാനസോണിക് S1H. ഈ ഒരു ക്യാമറയുണ്ട്, വേറൊരു ക്യാമറയുണ്ട് സ്വന്തമായിട്ട്. സ്റ്റുഡിയോ വർക്ക് സന്തോഷ് പണ്ഡിറ്റ് തന്നെ ചെയ്യുന്നു. ഒന്ന്, പിന്നെ വലിയ കുഴപ്പമില്ലാത്ത ഒരു ജനങ്ങളുമായിട്ടുള്ളൊരു ബന്ധം എനിക്ക് സിനിമയിൽ വരുന്നതിന് മുമ്പേ ഉണ്ട്. ഐ മീൻ, ഇപ്പോൾ ഒരു സിനിമയിൽ നമുക്കിപ്പോൾ ഒരു ഹോസ്പിറ്റൽ വേണം, അല്ലെങ്കിൽ വീട് വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കത്, എടാ നിൻ്റെ വീടുണ്ടോ സാറേ, ഒരു ഓപ്പറേഷൻ തിയേറ്റർ സാർ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കൊന്നുമില്ല, 2 മണിക്കൂറേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ല സൗജന്യമായിട്ട് തന്നെ കിട്ടണമല്ലോ ഒരു മനുഷ്യന്, അല്ലാതെ ഇയാൾക്ക് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും ഇങ്ങനെ. അപ്പോൾ അവിടെ ബന്ധം വേണം. പറഞ്ഞത് ശരിയല്ലേ? പിന്നെ അടുത്ത് നമ്മളോട് വരുന്ന ആർട്ടിസ്റ്റുകൾ പരമാവധി ചെറിയ പൈസയ്ക്ക് എല്ലാവരും നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നു. പിന്നെ നമ്മൾ സോങ് എല്ലാം പുറത്താണ് ചെയ്യുന്നത്. അവിടെയും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഷില്ലോങ് എന്നൊക്കെ വർക്ക് ചെയ്തിട്ടാണ് വരുന്നത്. കേരള ലൈവ് എന്ന് പറഞ്ഞ സിനിമയുടെ 8 സോങ് ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ കുളു മണാലിയൊക്കെയാണ്. അപ്പോൾ ഒരാൾ എൻ്റെ കൂട്ടുകാരൻ തന്നെ ചോദിച്ചു, ഈ കുളു മണാലി ഒരു പാക്കേജ് പോലും 40,000 ഈ സന്തോഷ് പണ്ഡിറ്റ് എങ്ങനെയാണ് ഇത് തള്ളല്ല പറയുന്നത്? ഞാൻ തള്ളല്ല, സംഭവം എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നായികയും അമ്മയും സന്തോഷ് പണ്ഡിറ്റും ക്യാമറമാനും, അല്ലെങ്കിൽ നായികയുടെ കൂടെ ചിലപ്പോൾ അച്ഛനുണ്ടാവും, ചിലപ്പോൾ നായിക ഒറ്റയ്ക്കായിരിക്കും, പാട്ട് പറയും. ഈ 4 പേർ അല്ലെങ്കിൽ 3 പേർ ഇവിടുന്ന് 2nd ക്ലാസ് യാത്രയാണ് ഞങ്ങൾ നടത്തുന്നത് ഡൽഹിക്ക്. ഞാൻ എൻ്റെ വർക്കിൽ വരുന്ന എല്ലാവരോടും പറയാറുണ്ട്, ഇവിടെ ഒരു തരം ജാടയോ അഹങ്കാരമോ നടക്കില്ല. ഇവിടെ കള്ള് കഞ്ചാവ് പരിപാടിയില്ല. 7 മണി മുതൽ രാത്രി 9 മണി വരെയാണ് സമയം. 7 മണി എന്നുള്ളത് 7 മണിക്ക് തന്നെ ഇവിടെ എത്തണം. 7:15 ഞാൻ പിടിച്ച് പുറത്താക്കും. വരുന്ന എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, ഇവിടെ ആൺകുട്ടികൾ വരും, പെൺകുട്ടികൾ വരും, അല്ലെങ്കിൽ പെൺകുട്ടികളെ നമ്പർ മേടിക്കുക, പെൺകുട്ടികളെ വായി നോക്കുക, ഇതൊന്നും നടക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ്, ഒരു പെൺകുട്ടിയെ തുറിച്ച് നോക്കിയെന്ന് പോലും ഒരു പെൺകുട്ടി കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പം പിടിച്ച് പുറത്താക്കും. സാർ, ഞാൻ ഡീൽ ചെയ്യുന്ന എല്ലാം പുതിയ ആളുകളായിട്ടാണ്.
അതുകൊണ്ട് പറയണം. അല്ലാതെ ഞാൻ വളരെ എസ്റ്റാബ്ലിഷ് ആയ ആളുകളെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോഴാണ് സന്തോഷ് പണ്ഡിറ്റിൻ്റെ സ്വഭാവം ശരിക്കും ഈ സ്വഭാവം സന്തോഷ് പണ്ഡിറ്റിന് അന്ന് കൊണ്ടു നടക്കാൻ പറ്റുമെന്നുണ്ട്. ഇപ്പോൾ പുതുതായി വരുന്നവൻ തീർച്ചയായിട്ടും അവൻ എന്ത് സ്വഭാവം ഉണ്ടെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിൻ്റെ മുന്നിൽ ഇങ്ങനെ കളിച്ചേ പറ്റൂ. അപ്പോൾ എല്ലാവർക്കും നമ്മൾ എന്തെന്ന് വെച്ചാൽ ഈ ലോങ്ങിലെല്ലാം പോകുമ്പോൾ 2 ദിവസം നമ്മളവിടെ പോകുന്നു, സാധാരണമായ ലോഡ്ജ് എടുക്കുന്നു, എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് വർക്കും കഴിഞ്ഞ്, കാരണം നമ്മുടെ തന്നെ 2 ക്യാമറ എടുത്തിട്ടാണ് ചെല്ലുന്നത്. അല്ലെങ്കിൽ അങ്ങനെ മിനിമം ആ ട്രെയിനിൻ്റെ സെക്കൻഡ് ക്ലാസ്സിൻ്റെ പൈസ എനിക്ക് ശരിക്കും വരുന്നുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കോഴിക്കോട് നിന്ന് ചെയ്യുന്നത്, കോഴിക്കോട് നിന്ന് തൃശ്ശൂർ പോയി വർക്ക് ചെയ്യുന്നതും കോഴിക്കോട് നിന്ന് ഡൽഹി പോയി വർക്ക് ചെയ്യുന്നതും എനിക്കൊരു ഭീകരമായ ഡിഫറൻസ് അല്ല. പക്ഷെ കാണുന്നവർക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ഏതെങ്കിലും സോങ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയില്ല, സോങ്സൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ഒരു ചുവന്ന റോസാപ്പൂക്കളിൽ മുത്തമിടും മഞ്ഞുതുള്ളിയെ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് എന്നോട് പലരും ചോദിച്ചു, എത്ര സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ കവർ ചെയ്യുന്നത്. അതിൻ്റെ ഒരു കാരണം എന്താണ്, നമ്മൾ ആ കുട്ടിയുമായിട്ട് ആദ്യം മൈസൂർ ഈ പോകുന്നതിൻ്റെ ഇടയിലൊക്കെ നിന്ന് ബാംഗ്ലൂർ കവർ ചെയ്തു, ബാംഗ്ലൂരിലെ കുറേ ഗാർഡൻസ് കവർ ചെയ്തു, ഗോവ പോയി, ഗോവയിൽ നിന്ന് രാജസ്ഥാൻ പോയി, പിന്നെ ഇങ്ങനെ തിരിച്ചു വന്നു. കുട്ടികളെ സംബന്ധിച്ചോളം അവർ അഭിനയിക്കുന്ന ദിവസത്തിനാണ് നമ്മൾ പൈസ കൊടുക്കുക. കാരണം എന്നോട് ചില കുട്ടികൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഈ 2-4 ദിവസം നിങ്ങൾക്ക് നഷ്ടം വരും. ഇപ്പോൾ രാജസ്ഥാനൊക്കെ പോകും, എൻ്റെ മെയിൻ സ്ഥലമാണ് ഈ രാജസ്ഥാൻ, കർണാടക. എനിക്ക് നല്ല രസമാണല്ലോ സ്ഥലം, കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ 2 ദിവസത്തിൻ്റെ പൈസ എനിക്ക് കിട്ടും, പക്ഷേ നിനക്ക് 6-7 ദിവസം നഷ്ടമാവും കേട്ടോ. അപ്പോൾ എന്നോട് കുട്ടി പറഞ്ഞു ഉത്തരം, സന്തോഷേട്ടാ ഞാനായിട്ട് കാശ്മീർ കാണുന്നില്ല. എല്ലാം വരുന്നവരൊക്കെ കുറച്ചുകൂടി സാധാരണക്കാരാണ്. ഇനിയിപ്പോൾ നമ്മളെ കല്യാണം കഴിച്ച് കുട്ടികൾ പറയാം, സന്തോഷേട്ടാ നമുക്കൊക്കെ ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഒരു കണ്ടക്ടറോ ഒരു സാധാരണക്കാരനൊക്കെ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ പോലും എനിക്ക് പ്രതീക്ഷിക്കാനില്ല. ഒരു കുട്ടി എന്നോട് പറഞ്ഞാണ്. അപ്പോൾ ഈ മനുഷ്യൻ ഉദ്യോഗസ്ഥനാണെങ്കിൽ തന്നെയും ഈ മനുഷ്യൻ എന്നെ കാശ്മീർ കൊണ്ടുപോകണമെന്ന് എനിക്ക് അല്ല, കാരണം ഓരോരുത്തരും എല്ലാവരും സാധാരണക്കാരാണ് ഈ വരുന്നവർ. അപ്പോൾ നമുക്ക് ആ എക്സ്പെക്റ്റേഷൻ ഇല്ല. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആ ലാംഗ്വേജ് അത്രയും, കാരണം മറ്റു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഈ മലയാളം കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ നടക്കുമോ, ഹിന്ദിയൊക്കെ അറിയണ്ടേ. അപ്പോൾ നിങ്ങളുടെ കൂടെ വരുന്നതുകൊണ്ട് അറ്റ്ലീസ്റ്റ് അവിടെ നമ്മൾ പോകുന്നു, അവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്നുള്ള സാധനം ഉണ്ടല്ലോ. അപ്പോൾ അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സന്തോഷം തരുന്ന പൈസയേക്കാൾ ഞങ്ങളുടെ മെയിൻ അതാണ് എന്ന് പറയും. ഇങ്ങനെ സഹകരിക്കുന്ന കുട്ടികളെ കിട്ടുന്നതുകൊണ്ട് ഞാൻ ജയിച്ചു പോകുന്നു. അവരുടെ തന്നെ കോസ്റ്റ്യൂം യൂസ് ചെയ്യുന്നു, സന്തോഷം വേണ്ടിയിട്ട് കൊടുക്കുന്നില്ല. മറിച്ച് വേറെ ഒരു നിർമ്മാതാവിൻ്റെ ബുദ്ധിമുട്ട് എന്താണ്, അവർക്ക് ഈ കളി പറ്റില്ല സർ. ഞാൻ പറയുന്നു, മഹാരാഷ്ട്രയിലെ മാത്തേരൻ സർ പോയിട്ടുണ്ടാവും. അതേപോലെ അവിടുത്തെ നമ്മളെ ഊട്ടിയിൽ നിന്ന് കണക്കാക്കുന്ന സ്ഥലങ്ങളാണല്ലോ മഹാബലേശ്വരും മാത്തേരനും. അപ്പോൾ അവിടെയൊക്കെ തന്നെ കുറേ മലകളില്ല. അപ്പോൾ നമ്മൾ ഒരു മലയിൽ നിന്ന് മറ്റേ മലയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ എന്താ വിചാരിക്കുക, മൊബൈലിലൂടെ പറയാം ക്യാമറമാനോട്, കാരണം ഞങ്ങൾക്ക് വേറെ ആളില്ലല്ലോ സർ. അവിടെ റേഞ്ചില്ല, എന്തു ചെയ്യും? 2 ആൾ 2 മലയിൽ നിന്ന് വെറും കണ്ണുകൊണ്ടൊക്കെ ആക്ഷൻ കാണിച്ചിട്ട് വൈഡാണ് കേട്ടോ, ഇത് മിഡാണ് കേട്ടോ എന്നൊക്കെ പറയേണ്ട അവസ്ഥയാണ് സർ. അവിടെയും ഡിപ്പ് ഞാൻ പറയുമ്പോൾ ഞാൻ പറയുന്നത്, ഈ പരിപാടി കാണുന്നവരും ചിന്തിക്കുക, സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഭൂരിഭാഗം സോങ്ങിലും സന്തോഷ് പണ്ഡിറ്റ് അങ്ങ് പാടുകയാണ്. കാരണം എനിക്ക് അവിടെ ഒരു മൊബൈലിൽ പോലും ആ പാട്ടിട്ട് തരാൻ ഒരാളെ ഞാൻ കൊണ്ടുപോയിട്ടില്ല. വേറെ ആൾ വേണ്ടേ? ഞങ്ങളാകെ 3 ആളുകൾ. ഞാൻ എവിടെ വെച്ചിട്ട് ആരോടത് പറയേണ്ടത്? പക്ഷേ അത് ഞാൻ എഴുതിയ പാട്ടാണ്, ഞാനാണ് എൻ്റെ ടൈമിംഗ് ഇടുന്നത്. അതുകൊണ്ടാണ് ടൈമിംഗ് ഒപ്പിച്ച് കണ്ടത്. നിങ്ങൾ കണ്ട പല പാട്ടുകളിലും ഏത് നിമിഷവും ടൈമിംഗ് നഷ്ടപ്പെടാമായിരുന്നു. പക്ഷേ സന്തോഷ് പണ്ഡിറ്റ് തന്നെ എഴുതിയതായതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇങ്ങനെയൊക്കെയാണ് ഫണ്ട് കുറയ്ക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ കള്ളും കഞ്ചാവൊന്നുമില്ല, എല്ലാവരും സാധാരണമായ ഭക്ഷണം ആദ്യമേ പറയാറുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ അച്ഛനും കൂടെ പോയി കഴിഞ്ഞാൽ ഒരു ലോഡ്ജ് എടുത്താൽ, നിങ്ങളുടെ അച്ഛനും അമ്മയും കൂടെ പോയിട്ട് ഒരു ലോഡ്ജ് എടുത്താൽ ഏത് റൂം എടുക്കുക, അത് ഞാൻ തരും. പിന്നെ കൊണ്ടുവരുന്നത് ഞാൻ സാധാരണക്കാരെയാണ്. ഇത് വേറെ ഒരാൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുക ടഫാണ്. മലയാള സിനിമ പ്രവാഹത്തിൽ സന്തോഷ് പണ്ഡിറ്റ് സ്വയം അടയാളപ്പെടുത്തുന്നത് എവിടെയാണ്? സർ, ഞാൻ ഒരുപാട് സിനിമാ നടന്മാർ, സംവിധായകന്മാർ, ഗാനരചയിതാക്കൾ, സംഗീതം കൊടുക്കുന്നവർ, എത്ര വലിയ ആൾക്കാർ, വലിയ ആൾക്കാരൊക്കെ വന്നു പോയി, ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും മഹാപ്രവാഹമായിട്ട് അത് തുടരുന്നു. അവിടെ ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത് എന്ന് പറയാൻ സാർ ഞാൻ പറയുന്നു. ഇപ്പോൾ ജയൻ സാറായാലും പ്രേം നസീർ സാർ, അതേപോലെയുള്ള ആളുകൾ, സത്യൻ സാറൊക്കെ വന്നു, സൂപ്പർ താരങ്ങളായിരുന്നു. അവരുടെ മരണശേഷം പുതിയ സൂപ്പർ സ്റ്റാറുകൾ വരും, ഇവരുടെ സൂപ്പർ സ്റ്റാറുകൾക്ക് ശേഷം വരും. ഇപ്പം നമുക്ക് വലിയ മഹാനടന്മാർ വന്നു, അല്ലെങ്കിൽ വലിയ നടിമാർ വന്നു, അവരുടെ മരണം സംഭവിച്ചു. അപ്പോഴും എന്താണ്, അവരെ പോലെ അല്ലെങ്കിലും ആ റോളുകൾ ആരെങ്കിലുമൊക്കെ ചെയ്തു, ശരിയല്ലേ? അല്ലേ? അതേപോലെ വലിയ സംവിധായകർ വന്നു, അവർ മരിച്ചു, അവരെ പോലെ അല്ലെങ്കിലും സിനിമകൾ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്, ശരിയല്ലേ? അതായത് ഒരു നടൻ മരിച്ചു എന്ന് വെച്ചിട്ട് ഇവിടെ മലയാള സിനിമ ഇൻഡസ്ട്രി നിന്നിട്ടില്ല. സംവിധായകൻ ഇപ്പോൾ ലോഹിതദാസ് സാർ പോലെ അല്ല, ജീവിതത്തെ കറക്റ്റായി എഴുതിയ പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ വരുന്നതാണ് ലോഹിതദാസ് സാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ MT അല്ലെങ്കിൽ പത്മരാജൻ സാർ. ഇപ്പോൾ തന്നെയും ലോഹിതദാസ് സാർ മരിച്ചതിന് ശേഷവും മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അദ്ദേഹം എഴുതിയ പോലത്തെ കഥകൾ എന്നവരില്ലെങ്കിലും എന്തൊക്കെയോ കഥകളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് പകരക്കാരനുണ്ട്.
ഗാനരചയിതാവിന് ഒരു പകരക്കാരൻ അയാളെ നിലവാരമില്ലെങ്കിൽ വേറെ രീതിയിൽ എഴുതി, മ്യൂസീഷ്യൻ എഴുതി. അതേസമയം സന്തോഷ് പണ്ഡിറ്റ് എന്ന മനുഷ്യൻ മരിച്ചു പോവുകയാണെങ്കിൽ സന്തോഷ് പണ്ഡിറ്റിന് പകരക്കാരൻ ഒരിക്കലും മലയാള സിനിമയ്ക്ക് കിട്ടില്ല. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ. കാരണം വേറെ ഒരാൾക്ക് അവരിനി എത്ര ടാലൻറ്റഡ് ആയാലും ഒരിക്കലും സന്തോഷ് പണ്ഡിറ്റ് കളിക്കുന്ന കളി അവർക്ക് കളിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും ജോലികൾ നിങ്ങൾ ചെയ്യണം അല്ലേ. അപ്പോൾ തനിക്കൊരു പിൻഗാമി ഉണ്ടാവില്ല എന്നാണോ? ഉറപ്പിച്ച് പറയുന്നു സാർ. ഒന്നുകൂടെ പറയാം, ഇത് സിനിമേൻ്റെ കേസ്. കാരണം ഇത്രയും സാർ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയും ലോ ബഡ്ജറ്റിൽ ഒരാൾ സിനിമ ചെയ്യണമെങ്കിൽ ഇത്തിരി പണിയെടുക്കണ്ടേ. അപ്പോൾ അതിനുള്ള വിവരം വേണമല്ലോ. ഞാൻ എഴുതും, ചില മിമിക്രിക്കാരൊക്കെ ചില പ്രോഗ്രാമിൽ പറഞ്ഞു ഞങ്ങളും ചെയ്യും, ഞങ്ങളും ഇംഗ്ലീഷ് പാട്ട് എഴുതും. എന്താ വിദ്യാഭ്യാസം? 9ാം ക്ലാസ്. ഈ 9ാം ക്ലാസ് വിദ്യാഭ്യാസം വെച്ച് ഞാൻ ചെയ്യും മലയാള പാട്ട് എഴുതിയിട്ടുണ്ടോ? ഇല്ല സാർ. വെറുതെ നമ്മൾ നാക്കൊണ്ട് കോമിട്ട് പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇംഗ്ലീഷ് സോങ് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം വേണം അറ്റ്ലീസ്റ്റ്. ഇതേപോലെ ഇംഗ്ലീഷ് പഞ്ച് അപ്പോൾ അല്ല സാർ, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇതേപോലെ വേറൊരു കാര്യം, സന്തോഷ് പണ്ഡിറ്റ് ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്കിലായാലും എല്ലാവർക്കും ഞാൻ പരമാവധി മറുപടി കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ കൂടുതലും ചെയ്യുന്നത് എൻ്റെ ഇതിലാണ്. സന്തോഷ് സാറെ ഒരു വീടിൻ്റെ ഒക്കെ തരുന്നു, ഞാൻ അവരായിട്ട് കമ്മ്യൂണിക്കേഷൻ സന്തോഷ് പണ്ഡിറ്റ് ഇങ്ങനെ കൃത്യമായി 10 ലക്ഷം ആളുകളുമായിട്ട് നടത്താറുണ്ട്. സന്തോഷ് പണ്ഡിറ്റ് മരിച്ചുപോയി, ഇനി ഏതെങ്കിലും ഒരുത്തൻ 5 ലക്ഷത്തിന് ഇതേപോലെ സിനിമ എടുത്ത് ഞാൻ സന്തോഷ് പണ്ഡിറ്റിനെ പോലെയാണെന്ന് പറഞ്ഞാലും ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഒരിക്കലും നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നില്ല. കാരണം സന്തോഷ് പണ്ഡിറ്റ് അല്ലാത്ത എത്ര പേരാണ് ഇവിടെ വരുന്ന കമൻസിന് മറുപടി കൊടുക്കുന്നത്? സന്തോഷ് പണ്ഡിറ്റ് ഇല്ലാത്ത എത്ര താരങ്ങളുണ്ട് ഇവിടെ കൃത്യമായി ആളുകളുമായി സംവേദിച്ച് ഞാൻ പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കി ഇതിങ്ങനെയാണല്ലേ, അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുത്ത് പിടിക്കടാ എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുന്ന സ്വഭാവ വ്യക്തിക്ക് ഉണ്ടാവണമെന്നില്ല. ഇനി ഓക്കെ, ഇനി അങ്ങനെ ഒരു സ്വഭാവ വ്യക്തിയിലുണ്ടെന്ന് വിചാരിച്ചോ, എന്നാലും സന്തോഷ് പണ്ഡിറ്റ് പോലത്തെ ഒരാളെ നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ഞാൻ കിട്ടുന്ന സമ്പാദ്യത്തിൻ്റെ നല്ലൊരു ശതമാനം മറ്റുള്ളവർക്കാണ് കൊടുക്കുന്നത്. ഈ ഒരു സ്വഭാവ വ്യക്തിക്ക് ഉണ്ടാവണമെന്നില്ല. എൻഡ് ഓഫ് ദ ഡേ നമുക്ക് കിട്ടുന്നതിൻ്റെ ഞാൻ ഒരു മനുഷ്യനെ ഈ ലോകത്ത് അനുകരിക്കാറില്ല. സന്തോഷ് പണ്ഡിറ്റ് അനുകരിക്കുന്നത് മൃഗങ്ങളെയും വാഴ ഇങ്ങനത്തെ വൃക്ഷങ്ങളെയാണ്. കാരണം ഒരു മനുഷ്യനെ ഞാൻ കണ്ടിടത്തോളം, പണ്ടൊക്കെ കുറച്ച് ക്വാളിറ്റി ഉള്ള ആളുകളുണ്ടെന്ന് ഞാൻ പറയും. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ കണ്ടവരധികം ഇല്ല എന്ന് ഞാൻ പറയും. അതായത് ഇവരെപ്പോലെ ഇൻ ഓൾ ഇറ്റ് സെൻസ് ഇവരെ അനുകരിച്ചൂടെ എന്ന് ചിന്തിക്കാവുന്ന ആളുകളില്ലെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു സിംഹത്തിന് എനിക്കിഷ്ടമാണ്, അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു സ്വഭാവമുണ്ട്. അതൊരു മാൻകുട്ടിയെ കൊല്ലുന്നു എങ്കിൽ അതിനെ ദൈവം കൊടുത്ത പ്രകൃതിയാൽ അത് അങ്ങനെയുണ്ട്. ഒരു മനുഷ്യനെ കൊല്ലുന്നു, പ്രകൃതിയാൽ മനുഷ്യനെ കൊന്ന് നിനക്ക് വിശക്കുമ്പോൾ നീ കഴിച്ചോന്നല്ല പറയുന്നത്. ഉണ്ട്. പക്ഷേ ഒരു മാൻകുട്ടിയെ കൊന്നാലും അത് ആവശ്യം കഴിഞ്ഞ് ബാക്കി അവിടെ വെച്ചിട്ടാണ് സാർ പോകുന്നത്. അത് ഇഷ്ടമുള്ളവനെ കഴിക്കാം, അല്ലാതെ 2 ദിവസം കഴിഞ്ഞ് ഇത് ഫ്രിഡ്ജിൽ വെച്ച് എൻ്റെ ഗുഹയെ കൊണ്ടയ്ക്കാം, അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് കൊന്നതല്ലേ എന്നൊരു സിംഹം ലോകത്ത് നിന്ന് അവർ ചിന്തിച്ചിട്ടില്ല. ആ ബാക്കി വെച്ച മാംസം കുറുക്കനോ പുലിയോ വന്നെടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്കതാണ് ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തേക്കാൾ നല്ലത്. നമുക്കിവിടെ ഒരു വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായി, കുറേ ഭക്ഷണം ബാക്കി വന്നാൽ ചിലപ്പോൾ അടുത്ത വീട്ടുകാരൻ വിശന്നിരിക്കും, അങ്ങനെ അവനെ കൊടുക്കുന്ന എന്തിനാ? ഫ്രിഡ്ജിൽ വെക്കിട്ടോ, നമുക്ക് അടുത്ത ദിവസം യൂസ് ചെയ്യാം, എന്ത് പ്രശ്നം എന്നാണ് നമ്മൾ ചിന്തിക്കുക. മക്കൾക്ക് വീടുണ്ടാക്കി കൊടുത്തു, മക്കൾക്ക് വീടുണ്ടാക്കി കൊടുത്തു, പിന്നെയും പെൻഷനും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ പൈസ വന്നുകൊണ്ടിരിക്കുക, എന്താ ചെയ്യുക? അടുത്ത വീട്, ഇതെന്തിനാണ് ഈ വീടുണ്ടാക്കുന്നത്? അല്ല, ഇതാണ് ഒരു മനുഷ്യൻ്റെ അത്. എത്ര കിട്ടിയാലും നമുക്ക് ആർത്തി വരാതെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിനേക്കാൾ ബെറ്റർ അല്ലേ സാർ ഒരു വാഴ? ഇന്ന് എന്തെങ്കിലും ഒന്നുണ്ടായത് മറ്റുള്ളവർക്കല്ലേ കൊടുക്കുന്നത്? ഇതിലും ബെറ്റർ അല്ലേ ഒരു കോഴി? ഇതിലും ബെറ്റർ അല്ലേ ഒരു പന്നിയായാലും? അതിൻ്റെ ലൈഫ് കൊണ്ട് ഏതെങ്കിലും ഒരുത്തൻ എന്തെങ്കിലും ഒരു ഗുണമുണ്ട് അല്ലേ? അപകാരദശായാമ പിബാ കുർവന്തി സാധവ ചിന്തനാമ വിരുഷ്യസ്യ ഛായാ കിം നിരഷ്യതേ. ഒരു വൃക്ഷം പോലും എന്താണ് ചെയ്യുന്നത്? അതിനെ വെട്ടുന്ന സമയത്ത് പോലും ഇത്രയും കാലം അതിൻ്റെ കൊമ്പൊക്കെ വെട്ടി ആൾക്കാർ പലതും ചെയ്തു, അതിൽ നിന്നുണ്ടാവുന്ന മാങ്ങയോ തേങ്ങയോ എന്തൊക്കെയാണെന്ന് ഒക്കെ എടുത്തു, എല്ലാം കഴിഞ്ഞിട്ട് അതിനെ വെട്ടുന്നു. ആ വെട്ടി തീരുന്നത് വരെ അത് ആ വെട്ടുന്നവനെ ഒരു ചെറിയൊരു നിഴൽ കൊടുക്കുന്നുണ്ട്, ഇതിലും കൂടുതലൊരു, എന്നിട്ട് ആ വൃക്ഷത്തെ വെട്ടിയിട്ടാണ് പോകുന്നത്. ഈ ക്വാളിറ്റി പോലും ഇവിടെ ജീവിച്ചിരിക്കുന്ന പല മനുഷ്യന്മാർക്കും ഉണ്ടോ? അപ്പം ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് കിട്ടുന്നതിൻ്റെ ഞാൻ മറ്റുള്ളവരെയാണ് ഇത് ചെയ്യുന്നത്. ഇവരെ പോലെ കംപ്ലീറ്റ് പറ്റുന്നു തുടങ്ങിയതേ എൻ്റെ ചോദ്യം അല്ല, ഇതേപോലെ ഒരാളെ അവർക്ക് കിട്ടില്ല. ഈ സൈഡ് ചെയ്തു വന്നാലും ഏറ്റവും ചുരുങ്ങിയ, പക്ഷേ ഇങ്ങനെ ചാരിറ്റി ചെയ്യുന്ന ഒരുത്തനെങ്കിലും ആ വ്യക്തി ആവില്ല. അപ്പോൾ സന്തോഷ് പണ്ഡിറ്റിൻ്റെ ഗ്യാപ്പായിട്ടാണ് നിൽക്കും. ഇതാണ് സന്തോഷ് പണ്ഡിറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പം മുൻഗാമിയും പിൻഗാമിയും ഇല്ലാത്ത ഒരാൾ, അങ്ങനെ പറഞ്ഞ് അടയാളപ്പെടുത്താമോ? ഇതുവരെ ഒരു സന്തോഷ് പണ്ഡിറ്റ് ഉണ്ടായിരുന്നില്ല, ഇനി വേറൊരു സന്തോഷ് പണ്ഡിറ്റ് ഉണ്ടാവാനും പോകുന്നില്ല. വെരി ഗുഡ്, താങ്ക്സ്. എല്ലാ ആശംസകളും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.